എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ ചതുർഥോധ്യായ, 4-ാം അധ്യായം, വ്യാസൻ്റെ വ്യസനം എന്നാണ് ഈ കഥാഭാഗത്തിൻ്റെ പേര്. വ്യാസൻ പറഞ്ഞു, മുനിമാരുടെ ഇടയിൽ വെച്ച് വൃദ്ധനും കുലപതിയും വേദപണ്ഡിതനുമായ ശൗനകൻ സൂതൻ്റെ വചനം കേട്ട് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മഹാഭാഗ്യവാനും വാഗ്മികളിൽ വെച്ച് ശ്രേഷ്ഠനുമായ സൂത പൗരാണിക, ശുഗപ്രോക്തവും പുണ്യം നിറഞ്ഞതുമായ ഭാഗവത കഥ ഭവാൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഏത് യുഗത്തിൽ എവിടെ വച്ച് എന്തു കാരണം കൊണ്ട് ആരാൽ പ്രേരിതനായാണ് കൃഷ്ണദ്വൈപായനൻ ഭാഗവത സംഹിത രചിച്ചത്? വ്യാസപുത്രനായ ശുഗൻ മഹായോഗിയും സമദൃഷ്ടിയോടുകൂടിയവനും സംശയരഹിതനും ഏകത്വബുദ്ധിയോടുകൂടിയവനും നിദ്രയെ ജയിച്ചവനും രഹസ്യഗുണത്തോടുകൂടിയവനും അജ്ഞാനികളായവർക്ക് മൂഢനെപ്പോലെ കാണപ്പെടുന്നവനുമാണല്ലോ. പണ്ട് പുത്രനെ പിന്തുടർന്നു പോകുന്ന വ്യാസമുനിയെ കണ്ട് സ്നാനം ചെയ്യുകയായിരുന്ന ദേവസ്ത്രീകൾ ലജ്ജയോടുകൂടി വസ്ത്രം എടുത്തു ധരിച്ചു. എന്നാൽ ശുഗനെ കണ്ടിട്ട് അവർക്ക് ലജ്ജ തോന്നിയതുമില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യാസമുനി ചോദിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി: അവിടുത്തേക്ക് സ്ത്രീ പുരുഷ ഭേദമുണ്ട്, എന്നാൽ അവിടുത്തെ പുത്രന് അത്തരമൊരു ഭേദബുദ്ധി ഇല്ലതാനും. ഉന്മത്തനായും ഭ്രാന്തനായും ജഡനായും മൂകനായും സാധാരണക്കാർക്ക് തോന്നിപ്പോകുന്ന ശ്രീശുകൻ കുരുജാങ്കുലത്തിലേക്ക് പോയതിനു ശേഷം പിന്നെ എങ്ങനെയാണ് ഹസ്തിനപുരിയിലെത്തിയത്? പാണ്ഡവവംശജനായ രാജർഷി പരീക്ഷിത്തും ശ്രീശുകനും തമ്മിൽ എങ്ങനെയാണ് സംവാദമുണ്ടായത്? എങ്ങനെയാണ് സാത്വത സംഹിതയായ ഭാഗവതമുണ്ടായത്? മഹാഭാഗനായ ശ്രീശുകനെ അല്പസമയം മാത്രമേ ഗൃഹസ്ഥാശ്രമികൾക്ക് സ്വന്തം ഗൃഹങ്ങളിൽ കാണുവാൻ കഴിയുകയുള്ളൂ. ആ സമയത്തിനകത്തു തന്നെ അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തെ പരിശുദ്ധമാക്കുന്നു. അല്ലയോ സൂത, പരീക്ഷിത്ത് മഹാരാജാവിനെ ഭാഗവതോത്തമനെന്ന് പറയുന്നു. ആശ്ചര്യം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജന്മകർമ്മങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. പാണ്ഡവ യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനായ ആ സാമ്രാട്ട് എന്തുകൊണ്ടായിരുന്നു ഗംഗാതീരത്തു ചെന്ന് പ്രായോപവേശം ചെയ്തത്? ശത്രുക്കൾ പോലും ആത്മരക്ഷാർത്ഥം സ്വന്തം ധനമെല്ലാം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അടിയറ വയ്ക്കുന്നു. അങ്ങനെയുള്ള ആ രാജർഷി എന്തു കാരണം കൊണ്ടാണ് യുവാവായിരിക്കുമ്പോൾ തന്നെ സർവസമ്പത്തും വെടിഞ്ഞ് ജീവൻ ത്യജിക്കുവാൻ തുനിഞ്ഞത്? ലോകനന്മയ്ക്കും ജീവജാലങ്ങളുടെ ശ്രേയസ്സിനും വേണ്ടിയാണ് ഭഗവത് ഭക്തന്മാർ ജീവിക്കുന്നത്. അന്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ ദേഹത്തെ എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം വെടിഞ്ഞത്? യാഗാഗ്നിജാതനും വാഗ്മികളിൽ വെച്ച് ശ്രേഷ്ഠനുമായ അവിടുന്ന് ഞങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകിയാലും. സൂതൻ പറഞ്ഞു, 3-ാം ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത് ഭഗവാൻ നാരായണൻ പരാശരൻ്റെ പുത്രനായി വസുപുത്രിയിൽ വേദവ്യാസൻ എന്ന നാമധേയത്തിൽ ജന്മമെടുത്തു. ഒരു സുപ്രഭാതത്തിൽ വേദവ്യാസൻ സരസ്വതീ നദിയിൽ സ്നാന ആചമനാദികൾ കഴിച്ച് ആശ്രമപരിസരത്ത് ഏകനായിരിക്കുകയായിരുന്നു. ധ്യാനനിഷ്ഠനായിരിക്കുന്ന വ്യാസമുനി ആ സമയത്ത് കലിയുഗത്തിൽ അല്പായുസ്സോടും മന്ദബുദ്ധിയോടും കൂടിയവരായിത്തീരുന്ന ജനങ്ങളുടെ ശ്രേയസ്സിനായി എന്താണ് ചെയ്യുവാൻ കഴിയുക എന്ന് ചിന്തിച്ചു. വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് ക്ഷയം സംഭവിക്കുന്ന കലിയുഗത്തിലെ മനുഷ്യരുടെ നന്മയ്ക്കായിക്കൊണ്ട് അദ്ദേഹം വേദങ്ങളെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആക്കി വിഭജിക്കുകയുണ്ടായി. തുടർന്ന് വേദവ്യാസ മഹർഷി തന്നെ രചിച്ച ഇതിഹാസ പുരാണങ്ങളെ പഞ്ചമ വേദമെന്ന് അറിയപ്പെടുന്നു. ഇതിനുശേഷം അദ്ദേഹം ഋഗ്വേദം പൈലനെയും യജുർവേദം കവിയായ ജൈമിനിയെയും
സാമവേദം വൈശമ്പായനെയും അഥർവവേദം സുമന്തുവിനെയും പഠിപ്പിച്ചു. ഈ മുനിമാർ അവരവരുടെ വേദങ്ങളെ ശിഷ്യപരമ്പരയായി വിഭജിച്ചിട്ട് നിരവധി ശാഖകളോടുകൂടിയതാക്കി തീർത്തു. ഭഗവാൻ വേദവ്യാസൻ്റെ കാരുണ്യം കൊണ്ടാണ് കലിയുഗത്തിലെ മന്ദബുദ്ധികളായ ജനങ്ങൾ ഒരുവിധം അധ്യയനം ചെയ്യുന്നത്. വേദാധികാരമില്ലാത്ത സ്ത്രീകളുടെയും ശൂദ്രരുടെയും ദ്വിജാതമന്മാരുടെയും ശ്രേയസ്സിനായിക്കൊണ്ട് അദ്ദേഹം ഭാരതം നിർമ്മിച്ചു. അല്ലയോ മുനിമാരെ, ഇപ്രകാരം ലോകനന്മയ്ക്കായി പ്രവർത്തിച്ചിട്ടും വേദവ്യാസമുനിക്ക് ആത്മസന്തോഷം ലഭിച്ചില്ല. ഇതിൻ്റെ കാരണമെന്താണെന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം ആത്മഗതം ചെയ്തു. ഞാൻ വ്രതങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്നവനും വേദങ്ങൾ, ഗുരുക്കന്മാർ, അഗ്നി മുതലായവരെ നിർവ്യാജതയോടുകൂടി അനുസരിക്കുന്നവനുമാണല്ലോ. ഭാരതമെന്ന വ്യാജേന ഞാൻ വേദാർത്ഥം പ്രകാശിപ്പിച്ചു. വേദാധികാരമില്ലാത്ത സ്ത്രീ ശൂദ്രാദികൾക്ക് അതിലൂടെ ധർമാദി പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കാം. ഇതെല്ലാമായിട്ടും വേദാധ്യായനം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നതും പൂർണ്ണവുമായ എൻ്റെ ആത്മാവ് പരമാത്മാവിനോട് ഐക്യം പ്രാപിക്കാത്തതുപോലെ അനുഭവപ്പെടുന്നു. പരമഹംസന്മാർക്ക് പ്രിയപ്പെട്ടതായ ഭാഗവതധർമ്മത്തെ ഞാൻ നല്ലതുപോലെ വർണ്ണിച്ചിട്ടില്ല എന്നുണ്ടോ? ഭഗവാൻ നാരായണന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഭാഗവതധർമ്മത്തിൻ്റെ വർണ്ണനം തന്നെയാണല്ലോ. ഇപ്രകാരം ചിന്താകുലനായിരിക്കുന്ന വ്യാസമുനിയുടെ ആശ്രമ പരിസരത്തിലേക്ക് നാരദ മഹർഷി വന്നു ചേർന്നു. വ്യാസൻ നാരദ മഹർഷിയെ കണ്ട് ഭക്ത്യാദരവോടുകൂടി സ്വീകരിച്ചിരുത്തി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ചതുർത്ഥോധ്യായഃ. അങ്ങനെ 4-ാം അധ്യായം സമാപിച്ചു. 5-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.